ഇല്ല, എന്റെ അടുത്ത് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന DGP സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു കശ്യപ് സാറാണ് ഇത് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങള് നിങ്ങൾ പുറകെ തന്നെ വരും എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ സംശയം ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പരാതി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോ നടക്കുന്നതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്താന്ന്. അതെ ദിലീപ്, ഏപ്രിൽ 2ാം വാരമോ പിന്നെ ചില്ലറ ദിവസങ്ങളോ അമേരിക്കൻ ഷോയ്ക്ക് പോകുന്ന അതിനു മുമ്പ് 3-4 ദിവസം മുമ്പാണ് കൊടുത്തിട്ട് പോയത്. അതെ, അപ്പൊ എന്നിട്ട് ഇത്രയുമായിട്ടും സ്വാഭാവികമായും അത് ഗൌരവമുള്ള പരാതിയാണ്, അന്വേഷിക്കേണ്ട പരാതിയാണ് എങ്കിൽ അന്ന് തന്നെ FIR ഇടുകയോ മറ്റോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ താങ്കൾ മാധ്യമങ്ങളോട്, നാദിർ ഷാ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് താങ്കളുടേതും നാദിർ ഷായുടേതും താങ്കളുടെ മാനേജറുടെയും മൊഴിയെടുക്കാൻ പോകുന്നത് 29-നാണ് മൊഴിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പരാതി 1.5 മാസമായിട്ടും ഗൌരവത്തിലെടുത്തില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ പോലീസിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം വെച്ചാൽ ഒന്നാമത് എന്റെ അടുത്ത് നിന്ന് കശ്യപ് സാർ പറഞ്ഞത് 2 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെ തന്നെയുണ്ട്. ഒന്നാമത് ഞാൻ വന്നത് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പരാതി കൊടുത്തിട്ട് പോയിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാനിവിടെ വന്നു വീണ്ടും സാറിനെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഇൻഫർമേഷൻ വന്ന് പെറ്റീഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ മൊഴിയെടുക്കാൻ നമുക്കൊന്ന് എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. ഇന്നിപ്പോ താങ്കളുടെ ചില സഹപ്രവർത്തകർ താങ്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലാൽ ജോസ് ഉണ്ട്, സലിം കുമാർ ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. അതിൽ സലിം കുമാർ പറയുന്നത് സിനിമയിലെ തന്നെ സഹോദരന്മാരാണ് ദിലീപിനെതിരെ ചരട് വലിക്കുന്നത് എന്നാണ്. അക്കാര്യത്തിൽ ദിലീപിനില്ലാത്ത കൃത്യത താങ്കളുടെ ദീർഘകാല സഹപ്രവർത്തകനായ സലിം കുമാറിനുണ്ട്. മറുപടി? ഇതിനെക്കുറിച്ച് ഞാനിപ്പോ ഈ ചാനലിലൂടെ ഇപ്പൊ പറയേണ്ട ഒരു സമയമായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്വേഷണങ്ങൾ നടക്കട്ടെ. അല്ല, അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് മൊത്തത്തിൽ ഇപ്പോ പല കാര്യങ്ങൾ പുറത്തു നടക്കുന്നത് ജനങ്ങൾക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആർക്കാണ് എന്നെ പ്രതിക്കൂട്ടിൽ ഇത്രേ ശക്തമായി കൊണ്ട് നിർത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ മലയാള സിനിമ നിൽക്കുന്നതിന് ആർക്കെങ്കിലും വിഷമമുണ്ട് എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞാൽ മതി, മാറിത്തരണോ? കാരണം ഞാൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആരുടെയും ഫ്യൂച്ചറിന് കുഴപ്പമാണോ? ഞാൻ ആരെ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. ഞാൻ കാണാത്ത കേൾക്കാത്ത ഒരു കാര്യം എന്റെ തലയിലേക്ക് എടുത്തു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ മലയാള സിനിമയിൽ 21 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഥാപാത്രങ്ങളിലൂടെ കിട്ടിയ ഒരു സ്നേഹമാണ്, ജനങ്ങളുടെ മനസ്സിലുള്ള സ്നേഹമാണ് ഇവിടെ കളയാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതുകൊണ്ട് എന്ത് അന്വേഷണത്തിനും ഞാൻ പോലീസിന്റെ കൂടെ, ഏത് CBI വന്നാലും കേരള പോലീസാണ് എന്തിന്റെ കൂടെ ഞാൻ നിൽക്കും. കാരണം ഇത് എന്റെ ആവശ്യമാണ്. എന്റെ ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരു അച്ഛനാണെന്ന് തെളിയിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ദിലീപ്, അതായത് ഇനി ഡിഫൻസിൽ മാത്രമായിരിക്കില്ല താങ്കൾ ഊന്നുക, പകരം ഈ കേസ് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു അറ്റാക്ക് മോഡിൽ തന്നെ ദിലീപ് ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ മുൻപന്തിയിലുണ്ടാവും. ഇത് എന്റെയും കൂടി ആവശ്യമാണ്. കാരണം ഞാൻ നിരപരാധിയാണ്. ഇവിടെ സത്യം ജയിക്കണം. ഇനി ഒരാൾക്കെതിരെയും ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ആരാണ് ഇതിന്റെ പിന്നില്? ദിലീപ്, ഇത്ര ഗ്രൂപ്പായിട്ടുള്ള അറ്റാക്ക് എനിക്കെതിരെ എന്ത് അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് അന്വേഷിക്കണം. ദിലീപ്, ഓരോ സിനിമകൾ വരുമ്പോ പാവപ്പെട്ട പ്രൊഡ്യൂസർമാര് കടമൊക്കെ വാങ്ങിച്ചിട്ട് ഫൈനാൻസ് എടുത്തിട്ടാണ് ഒരു പടം കൊണ്ടുവരുന്നത്. അതിനു മുമ്പേ 1-2 ആഴ്ച മുമ്പേ പുതിയ ഐറ്റംസ് ആയിട്ട് തുടങ്ങും. ഇതിനൊക്കെ ഒരു അവസാനം വേണം. ജയിലിൽ നിന്ന് ഉപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും പോലീസ് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പരിശോധനയിൽ ആരെയൊക്കെയാണ് വിളിക്കുന്നത്, എന്തൊക്കെ ആവശ്യങ്ങൾ? ഇതിനകത്ത് ജയിലിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അതൊക്കെ എന്റെ കൂടെയുള്ള ആളെ വിളിച്ചത് കാക്കനാട് സബ് ജയിലിൽ നിന്നാണെന്നാണ് അവൻ പറഞ്ഞത്. കാരണം അവന്റെ ട്രൂ കോളർ ഇതിനകത്ത് കാക്കനാട് സബ് ജയിലിൽ നിന്നാണെന്ന് കാണിച്ചതെന്നാണ് പറയുന്നത് ആ നമ്പർ. ഈ അപ്പുണ്ണി സംസാരിക്കുന്നതാണ്, അപ്പുണ്ണി പൾസർ സുനിയുമായി സംസാരിക്കുന്നതാണ് നമ്മളിപ്പം ശബ്ദരേഖയിലൂടെ കേട്ടത്. നീ ഇഷ്ടമുള്ളത് ചെയ്തോടാ, ഞാൻ സാധനം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, കടയിൽ കൊടുത്തു. കാരണം അവൻ പറയുന്നത് ഞങ്ങൾ ആരും ഇതുവരെ കാണാത്ത ഒരാളാണ് പിടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഡ്രൈവറും കൂടിയാണ്. അവൻ ഇത്ര ഫെസ്കയിൽ ഇങ്ങനെ ഒരാളെ കാണുകയോ നമ്മുടെ ഒന്നും ലൊക്കേഷനിൽ ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. ആള് വിളിച്ചിട്ട് അതും പറഞ്ഞെങ്ങനെ ശരിയാവണേ? എനിക്ക് മനസ്സിലാവാത്തത് കേരള സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാർ ഒരു ക്രിമിനൽ പറയുന്നത് അവർക്കെല്ലാം വേദവാക്യം. ഞാൻ ഇത്ര റെപ്യൂട്ടഡ് ആയിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നു, ജനങ്ങൾ എന്നെ നിലനിർത്തുന്ന ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്ന ആർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്?
അതെ. അപ്പോ ഞാനതാണ് ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് ദിലീപ് സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ദിലീപ് തീർച്ചയായിട്ടും സ്വാഗതം. ഞാൻ അതിന്റെ മുമ്പിലുണ്ട്, ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇത് എല്ലാ ഷൂട്ടിങ് മാറ്റി വെച്ചിട്ട് ഇതിന്റെ അവസാനം കണ്ടിട്ടുള്ളൂ. ഞാൻ എന്തിനാണ് ഞാൻ ബലിയാടാവുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരാണ് ഇതിന്റെ പിന്നില്? അതാണ് മുന്നോട്ട് പോകും. ഈ ഗൂഢാലോചന നടത്തിയ ആൾക്കാരും കൂടെ സന്തോഷമായിട്ട് നടക്കണു. അതാരാണ് കണ്ടുപിടിക്കണം. അതിനാണ് ഇവിടെ പോലീസ്. ഞാൻ ആ പോലീസിലെ നിയമത്തിലും വിശ്വസിക്കുന്നു. എന്തന്വേഷണത്തിന് ഞാൻ തയ്യാറാണ്. ഞാൻ മുൻപന്തിയിലുണ്ട്. ദിലീപ്, ഇന്നിപ്പോ വീണ്ടും ഞാൻ സലിം കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് താങ്കളെ. അതിന്റെ ആദ്യത്തെ ട്വിസ്റ്റ് സലിം കുമാർ പറയുന്നത് 7 വർഷത്തെ തിരക്കഥയാണിത്. അതിന്റെ ആദ്യത്തെ ട്വിസ്റ്റ് നമ്മൾ 2013 കണ്ടു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, താങ്കൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് പലരും പല വിധത്തിൽ ആ കഥയ്ക്ക് മാറ്റം വരുത്തുന്നു എന്നാണ്. അപ്പോ ഇതിനൊക്കെ പിന്നിൽ ആരാണ് എന്നത് സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞത്, സലിം കുമാറിന് വ്യക്തതയുണ്ട്. സലീം കുമാറിനല്ല, പലർക്കും വ്യക്തതയുണ്ട്. പലരും പല കാര്യങ്ങൾ മിണ്ടാത്തതാണ്. ഇത് കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. പറയൂ. എല്ലാവരും കൂടി ഒരു ദിലീപ് ഉണ്ട് ഇവിടെ. എവിടെ പെരുന്നാളുണ്ടായാലും ഒരാൾക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് നടക്കുന്നത്. എന്ത് കണ്ടാലും ദിലീപ്. എന്ത് ന്യായം? ഞാൻ സമ്മതിക്കില്ല. എന്റെ തലയിലേക്ക് ഇത് എടുത്തു വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ് എടുത്തു വെക്കാൻ നോക്കുന്നത്. ഞാൻ തെറ്റിച്ചതൊരു കുഞ്ഞിന്റെ മുമ്പിൽ പോലും മാപ്പ് പറയുക, അല്ലെങ്കിൽ ആ എന്ത് ശിക്ഷ ഇതാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വെറുതെ എന്റെ തലയിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന്റെ അറ്റം വരെ ഞാൻ പോകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പിടിച്ചിട്ടുണ്ട്, കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ വരെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നത്. ഇന്നിപ്പോ ആളെ പിടിച്ചു. മനസ്സിലായിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ ഭാവന മാത്രമാണിത്. അതനുസരിച്ച് നടത്തിയ നടപടിയാണത്. അയാളുടെ മനസ്സിൽ കടന്നുവന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം, അത് എങ്ങനെ നടത്തണമെന്ന് കുറ്റവാളി സങ്കല്പിച്ച് വെക്കുമല്ലോ, അതിന്റെ ഭാഗമായി നടത്തിയ കാര്യം, അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. അതായത് പൾസർ സുനിയെ പിടിച്ചതിന് ശേഷമുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിലെ ഒരു വാചകങ്ങളാണിത്. പൾസർ സുനി മാത്രമാണ് അത് ഉള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം ആ കാര്യം അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ദിലീപ് ആയിക്കൊള്ളട്ടെ, ദിലീപിന്റെ സഹപ്രവർത്തകരായിക്കൊള്ളട്ടെ, കരുതുന്നത്, ഉറച്ചു വിശ്വസിക്കുന്നത് പൾസർ സുനി മാത്രമല്ല, അതിന് പിന്നിൽ ദിലീപിനെ സിനിമയിൽ നിന്ന് ഔട്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് എന്നാണ്. അതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നികേഷ് തന്നെ ചാനലിലുള്ള ഒരാളാണ്. എന്താണ് സത്യത്തിലൂടെ നടക്കുന്നത്? ദിലീപ്, അങ്ങനെ ഒരു സംശയവും താങ്കൾക്കുണ്ട്. അതായത് പ്രമുഖ ചാനലുകളുടെ അന്തർപുരങ്ങളിലും അതിലൂടെ അവരുടെ ഇത്രയും ഹോൾഡ് ഉള്ള ഒരാൾ മലയാള സിനിമയിൽ ഒരാൾക്കും സംഭവിക്കാത്ത പോലെയാണ് ഇങ്ങനെ മെക്കിട്ട് വെറുതെ കയറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അങ്ങനെ ഒരു ഗൂഢാലോചന വെറും 1-2 ആളുകളിലോ അല്ലെങ്കിൽ ഒരു വട്ടം സിനിമാ പ്രവർത്തകരിലോ അല്ല കാണുന്നത്. പ്രമുഖ ചാനലുകളുണ്ട്. ആ ചാനലുകളുടെ ഐഡിയോളജി ആരാണ്? അപ്പൊ അത്ര ശക്തനായ ആരാണ് എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം? ആ ആള് പുറത്തു വരണം. ഞാൻ അത് കണ്ടിട്ടേ അടങ്ങുള്ളൂ. ദിലീപ് പറഞ്ഞു ഇതിനകം തന്നെ, ഞാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് തയ്യാറാണ്, പോളിഗ്രാഫ് ടെസ്റ്റിന് തയ്യാറാണ്, CBI വേണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്നൊക്കെ. ഇന്നിപ്പോ സലിം കുമാർ പറഞ്ഞത് നടിയെ, പൾസർ സുനിയെ ഒക്കെ തന്നെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ നിരപരാധിയാണ്. ആ നിരപരാധി എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചേ പറ്റുള്ളൂ. ദിലീപ്, സ്വാഭാവികമായിട്ടും ആ നിലയിൽ പൊതു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ താറടിക്കുമ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് വിശദമായ അന്വേഷണം നടക്കുകയും എന്താണ് സത്യാവസ്ഥ എന്ന് ഞാൻ നേരത്തെ സലിം കുമാറിന്റെ കാര്യത്തിൽ തിരികെ പോവുകയാണ്. സലിം കുമാർ പറയുന്നത് പ്രമുഖ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ ആ പ്രമുഖ നടിയും നുണപരിയാണ് എന്നുള്ളൊരു തോന്നൽ അതിൽ നിന്നുണ്ടാകുന്നില്ലേ? അത്തരത്തിലൊരു കാഴ്ചപ്പാട് താങ്കൾക്കുമുണ്ടോ? ഒരവസ്ഥയിൽ ഞാൻ അങ്ങനെ ഒരാളെ വ്യക്തിപരമായിട്ട് ആരെയും ഞാൻ എടുത്ത് പറയുന്നില്ല. ഇത് പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം അത് അന്വേഷിക്കാൻ സത്യസന്ധരായ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ സത്യം കണ്ടുപിടിക്കട്ടെ. ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ശക്തമായിട്ട്, കാരണം ഇത് കുറെ നാളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഞാൻ
ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ, എന്നെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ മനസ്സ് കുഴപ്പത്തിലാക്കി അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ ആർക്കാണത്തെ പ്രശ്നം? ദിലീപ്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അതായത് എഫ്ഐആർ ദിലീപിന്റെ ഒരു പരാതി, ദിലീപ് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാളുടെ പരാതി പോലീസിന് 2.5 മാസം മുമ്പ് കിട്ടിയിട്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ചെയ്തു. ഞാൻ അതിൽ തന്നെ കിടന്ന് കളിക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ആ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്താതെ ഈ നടിയെ പീഡിപ്പിച്ച കേസിൽ ഒരു ഗൂഢാലോചന ആംഗിളിൽ ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നടിയെ പീഡിപ്പിച്ച കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്ന വിധത്തിൽ എന്റെ പരാതി പോലീസ് ഗൌരവത്തിലെടുക്കണ്ട, പക്ഷേ നടിയെ പീഡിപ്പിച്ച കേസിലെ ഗൂഢാലോചനയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും പുറത്തു കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവന്നാലാണല്ലോ എന്റെ കാര്യത്തിൽ തീരുമാനമുള്ളൂ. അപ്പൊ അതിലൂടെ ഒരു അന്വേഷണം നടന്നാൽ തന്നെ അതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് ഇനി താങ്കൾ മൊഴി കൊടുക്കുക, താങ്കളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താങ്കളുടെ സുഹൃത്തുക്കളെ തേടി വരിക, എങ്ങനെയാണ്? പോലീസിന്റെ കൂടെ എന്തിനും ഞാൻ തയ്യാറാണ്. ഇത് അന്വേഷിച്ച് ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണം. ഇതിന്റെ പേരിൽ ഇനി ആജീവനാന്ത കാലം എനിക്ക് ഓരോ പടം ഇറങ്ങുമ്പോഴും ഇത് തന്നെ എന്ന് പറഞ്ഞ എന്താ ഇത് എല്ലാവരും വിചാരിക്കും കുറെ ആളുകൾ കാശ് കൊടുത്ത് ഇതങ്ങോട്ട് മുക്കിക്കളയാനുള്ള ശ്രമം. അതൊന്നുമല്ല, അങ്ങനെ വരാൻ പാടില്ല, ഇത് മുങ്ങാൻ പാടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. ദിലീപിനെ ഒഴിവാക്കിയെന്ന് നാളെ പോലീസ് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് മാഞ്ഞു പോയാൽ പോരാ. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിധത്തിലുള്ള ഒരു ഔട്ട്കമ്മിനാണ് ദിലീപ് ഇപ്പോ ശ്രമിക്കുക. തീർച്ചയായിട്ടും നികേഷ്, ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്നെ സ്നേഹിക്കുന്ന എന്റെ ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കണം. എന്തിനാണ് അവരുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് എന്നെ കരിവാരി തേച്ചുകൊണ്ട്? സാധാരണഗതിയിലുള്ള ഒരു ഷാർപ്നെസ്സിനേക്കാൾ കൂടുതൽ ഷാർപ്നെസ് ഇപ്പോ ദിലീപ് പറയുന്നതിലുണ്ട്. അതായത് ആളുകൾ വിളിച്ച് സംസാരിക്കുന്നുണ്ടാവും, സിനിമാ മേഖലകളിലുള്ള വീട്ടുകാരുടെ ഒരു പ്രഷർ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട് ഇപ്പോ. എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ തന്നെയാണുള്ളത്. കാരണം എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ചാനലുകളിൽ നമ്മൾ കാണുന്നുണ്ട്, ചില റിട്ടയർഡ് ഓഫീസർമാർ കയറി ഇരുന്നിട്ട് പല ചാനലുകളിൽ ശമ്പളം കൊടുത്ത പോലെ അങ്ങോട്ട് പോയി പറയാ ഇങ്ങോട്ട് പോയി പറയാ. ഞാനിവരെ അറിയ പോലുമില്ല, എന്നെ ഇവർക്ക് അറിയ പോലുമില്ല. സിനിമയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാണ് ഇതിന്റെയൊക്കെ പിന്നില്? സത്യസന്ധമായി പറഞ്ഞു, ഞാൻ കാര്യമായിട്ട് പറയണ നികേഷ്, ഞാൻ എല്ലാ പരിശോധനയ്ക്കും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി എന്നെ ഇതുപോലെ തേജോധനം ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ വ്യക്തിപരമായിട്ട് നിയമത്തോടെ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇറക്കും. എന്നെ കരിവാരത്തേക്ക് ഞാൻ സമ്മതിക്കില്ല. കാരണം ദിലീപ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരുടെ ഉറക്കൊളച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമാണത്. ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ അവർ കഷ്ടപ്പെട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെയാണ് ദ്രോഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും അങ്ങനെ വിഷമമുണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞോ, ഞാൻ അഭിനയം നിർത്തിയിട്ട് മാറിയേക്കാം, ഞാൻ കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ, മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെയും താങ്കളെ ഉപദ്രവിക്കുന്നു എന്നുള്ള ഒരു നിരന്തര ആക്ഷേപം താങ്കൾ ഉന്നയിക്കുന്നു. അവിടെ ഓരോരുത്തർക്കും ക്ലിക്ക് കിട്ടണമെങ്കിൽ, ഡോളേഴ്സ് കിട്ടണമെങ്കിൽ ഓരോ ദിവസവും വാർത്തയ്ക്ക് ഞാൻ വേണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, പല വാർത്തകളും ഞാൻ അറിയണത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അവർക്ക് എത്ര ക്ലിക്ക് കിട്ടണമെങ്കിൽ ഇത്ര ഡോളർ കിട്ടും. അതിന് ദിവസം എന്നെ കുറിച്ച് ഒരു വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഞാൻ ഇത്ര വാല്യുബിൾ ഐറ്റം ആണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദിലീപ്, ഇപ്പൊ ഷൂട്ടിങ്ങിലാണ്, തമിഴ്നാട്ടിലാണ് എന്നറിയാം. ഇന്ന് കുറെ ആൾക്കാർ പറഞ്ഞു ഞാൻ ഒളിവിലാണ്. ഞാൻ ഒളിച്ചു പോവില്ല. വിളിച്ച വെളിപ്പുറത്ത് ഞാനുണ്ട്. ഞാൻ ഷൂട്ടിങ്ങിലായതുകൊണ്ടാണ്. ഞാനൊരു കമ്മിറ്റഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറച്ച് ഫോറിനേഴ്സും ഇവിടെ സിദ്ധാർത്ഥൻ ഡേറ്റും ഒക്കെ ക്ലാഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ മൊഴിയെടുക്കാൻ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയും താങ്കളുടെ മറുപടിക്ക് വേണ്ടിയുമാണ് ചോദ്യം. നടി ആക്രമിക്കപ്പെടുമെന്ന് നടൻ ദിലീപിന് മുമ്പേ അറിയാമായിരുന്നുവെന്ന് മുഖ്യപ്രതി പൾസർ സുനി പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ജോൽസിനാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? അവരവരുടെ ലൈഫായിട്ട് പോകണം, ഞാൻ എന്റെ ലൈഫായിട്ട് പോകണു. ഓർക്കപ്പുറത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അതാ പറയുന്നത്, നിങ്ങൾക്ക് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം വിശ്വസിക്കാം. ഞാൻ പറയുന്ന ആർക്കും വിശ്വസിക്കാൻ പാടില്ലേ? വിശ്വസിക്കുന്നില്ലേ? ഒളിവിൽ കഴിയുമ്പോൾ ദിലീപിനെ കാണാൻ ശ്രമം നടത്തിയിരുന്നു എന്നും സുനി പോലീസിനോട് പറയുന്നു.
അതാ പറയുന്നത്. അയാൾ പറയുന്ന, ഞാൻ കാണാത്ത ഒരാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാം. കണ്ടിട്ടില്ല, എന്റെ ഓർമ്മയിലാണ് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ലൊക്കേഷൻ ഒരാളും കണ്ടിട്ടില്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ അതെല്ലാം എല്ലാവർക്കും വേദവാക്യം. അത് മുഴുവൻ പറിച്ചുവിടാൻ വേണ്ടിയിട്ട് കുറെ സോഷ്യൽ മീഡിയയും ചാനലും എടുത്തിട്ടുകൊണ്ടിരിക്കുമ്പോ ആൾക്കാരുടെ മുമ്പിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആരാണ് എന്റെ പിന്നില്? കുറെ ആൾക്കാർ ഗൂഢാലോചന ഉണ്ട്. എന്റെ ഇമേജ് കളയാനുള്ള ഗൂഢാലോചനയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ്, ഒരു പ്രമുഖ നടിയെ പൾസർ സുനി